മൗണ്ട് കാർമൽ ധ്യാനകേന്ദ്രത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അഭിഷേകം പകരണമേ, ആത്മാവിൽ കനിയണമേ, അഭിഷേകം പകരണമേ, ആത്മാവിൽ കനിയണമേ. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ അനുഗ്രഹീതമായ ഒരു ധ്യാന കേന്ദ്രമാണ് മൗണ്ട് കാർമൽ റിട്രീറ്റ് സെൻറ്റർ. തിരുവനന്തപുരം ജില്ലയിൽ വേറ്റനാട് ഗ്രാമത്തിലുള്ള മേജർ അതിരൂപതയുടെ പ്രത്യേക മേൽനോട്ടത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ ഒരു അനുഗ്രഹീത വചന കൂടാരം സഭയ്ക്ക് മുഴുവൻ വലിയ സന്തോഷവും ദൈവാനുഭവവും പകരുന്ന ഒരു സ്ഥാപനമാണ്. ദൈവനിശ്ചയത്തിലും ദൈവ നടത്തിപ്പിലും അനുഗ്രഹീതനായ സുവിശേഷ പ്രഘോഷകൻ ബഹുമാനപ്പെട്ട ദാനിയേൽ പൂർണ്ണത്തിലച്ചൻ്റെ നേതൃത്വത്തിൽ ഈ മലങ്കര ഹിൽസ് എന്നറിയപ്പെടുന്ന ഈ മലമുകളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദൈവവചനം അനുഭവിക്കുവാനും ആരാധിക്കുവാനും വരുന്ന അനേക മനുഷ്യരുണ്ട്. നിങ്ങൾക്കും ഒരു നാൾ ഈ ഭവനത്തിൽ വന്ന് ദൈവവചനം പഠിക്കുന്നതിനും ദൈവത്തെ ആരാധിക്കുന്നതിനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മലങ്കര സഭയുടെ ആത്മീയ നവീകരണത്തിനും വചനാധിഷ്ഠിതമായ ഒരു ജീവിതക്രമത്തിനും ഈ സ്ഥാപനം വലിയ അനുഗ്രഹമാണ്. എല്ലാവർക്കും ഇതിൻ്റെ അനുഗ്രഹം ധാരാളമായി ലഭിക്കട്ടെ എന്ന് സഭയുടെ പിതാവും തലവനും എന്ന നിലയിൽ എൻ്റെ എളിയ ശുശ്രൂഷയോട് ചേർത്ത് ഞാൻ എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു. വാത്സല്യത്തോടെ സ്നേഹത്തോടെ നിങ്ങൾ ഈ സ്ഥാപനത്തെ കരുതുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമേ. ഗോഡ് ബ്ലെസ് യു ഓൾ. അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ അഗ്നിനാവുകളിൽ മേൽ പതിയണമേ, അഗ്നിനാവുകളിൽ മേൽ പതിയണമേ, ആത്മാവിൽ കനിയണമേ, അഭിഷേകം പകരണമേ, ആത്മാവിൽ കനിയണമേ, അഭിഷേകം പകരണമേ. മൗണ്ട് കാർമൽ ധ്യാനകേന്ദ്രം തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഒരാഴ്ച ഇവിടെ താമസിച്ച് അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ. 3 കാര്യങ്ങൾ എനിക്കിവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് തോന്നി. എല്ലായ്പ്പോഴും ദൈവവചനം കൊണ്ട് സമ്പന്നമായ ഒരു പ്രത്യേക ഇടമാണ്. എപ്പോഴും വചനം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് മനസ്സിന് ഹൃദയത്തിനുമൊക്കെ ഒത്തിരിയേറെ സ്വസ്ഥത തരുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തേതും പ്രധാനപ്പെട്ടതുമായ കാര്യം പരിശുദ്ധ കുർബാനയുടെ ആരാധന നിരന്തരമായിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ്, 24/7. അപ്പോൾ അതിന് ഒത്തിരിയേറെ പ്രേക്ഷിതരിവിടെയുണ്ട്. അതുപോലെ തന്നെ ധാരാളം പ്രിയപ്പെട്ട മക്കൾ ഇവിടെ രാത്രി കാലങ്ങളിൽ പോലും വന്ന് ഈ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. അത് വലിയൊരു അനുഗ്രഹമാണ്. മൂന്നാമതായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പ്രിയപ്പെട്ട പൂർണ്ണത്തിലച്ഛൻ്റെ സുവിശേഷ സന്ദേശമാണ്. ഒരേ സമയത്ത് തന്നെ ദൈവവചനത്തിൽ അധിഷ്ഠിതമായും അതുപോലെ തന്നെ പ്രായോഗിക ജീവിതത്തിന് ആവശ്യമാകുന്ന എല്ലാ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ പരിശുദ്ധാത്മാ അഭിഷേകവുമാണ് പ്രിയപ്പെട്ട അച്ഛൻ്റെ ശുശ്രൂഷയിലൂടെ സംലഭ്യമാകുന്നത്. എല്ലാവർക്കും എല്ലാ നന്മയും ഞാൻ നേരുന്നു. ഇവിടെ വന്ന് ധ്യാനത്തിൽ പങ്കെടുക്കുന്നത് ജീവിതത്തിന് വലിയൊരു സുഹൃതമായിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
ആരിലും ശ്രേഷ്ഠമാ. 2017 നമ്മുടെ ഇവിടെ ധ്യാനകേന്ദ്രം ആയിട്ടുള്ള ശുശ്രൂഷകൾ ആരംഭിച്ചത്. പ്രധാനമായും മൗണ്ട് കാർമലിൽ നടക്കുന്നത് ബൈബിൾ പഠനമാണ്. ഇവിടെ എത്തുന്ന ആളുകളിൽ കൂടുതൽ പേരും വചനം പഠിക്കാനാണ് എത്തുന്നത്. അതുപോലെ തന്നെ അൽമായർക്കും വൈദികർക്കും സന്യസ്തർക്കും വേണ്ടിയുള്ള ധ്യാനങ്ങളും പരിശീലന പരിപാടികൾ, ബൈബിൾ ക്രാഷ് കോഴ്സുകൾ, അതാണ് പ്രധാനമായി ഇവിടെ നടക്കുന്ന ശുശ്രൂഷകൾ. അതുകൂടാതെ രാവും പകലും തിരുസഭയ്ക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന നിത്യാരാധനയും അഖണ്ഡ ജപമാലയും, അത് രണ്ടും രാത്രിയും പകലും മുടങ്ങാതെ നടക്കുന്നു. വ്യത്യസ്തങ്ങളായ മറ്റ് ശുശ്രൂഷകൾ പുറത്ത് നടക്കുന്നതിനും ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷകർ അതിനുള്ള സഹായം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ, ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ, ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ, ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. മണ്ണീർത്തോടിനായി കാംക്ഷിക്കുമ്പോൾ ആത്മാവിനായി ദാഹിക്കുന്നേ. മണ്ണീർത്തോടിനായി കാംക്ഷിക്കുമ്പോൾ ആത്മാവിനായി ദാഹിക്കുന്നേ. ആ ജീവനീരനിടണേ, യേശുവേ ഞാൻ നിന്റെ ദാനമല്ലോ. നമ്മൾ ധ്യാനകേന്ദ്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു കൺസെപ്ഷൻ, അതിൻ്റെ ഒരു ഉത്ഭവം വരുന്നത് പൊതുവായി ദൈവവചനം കൂടുതൽ പേരിലേക്ക് വ്യാപിച്ചെങ്കിലും കുറെ കൂടി ആഴത്തിൽ ബൈബിൾ പഠിക്കുന്നതിനുള്ള ഒരു ശ്രദ്ധ അല്ലെങ്കിൽ അതിനുള്ള ഒരു സൗകര്യം അധികം ഇല്ലാതിരുന്ന ഒരു സമയത്താണ് നമ്മൾ വചന പഠനം എന്ന് പറയുന്നൊരു ലക്ഷ്യം മുൻനിർത്തി ഇങ്ങനൊരു ശുശ്രൂഷ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചത്. അതുപോലെ തന്നെ ശരിക്കും പിന്നെ വചനത്തെ സ്നേഹിക്കുന്ന ആളുകളുടെ എണ്ണം ഒരുപാട് കൂടുതലാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ജീവിതം കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. നിന്റെ ദാനമല്ലോ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ,